നമസ്കാരം. സീൽ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിക്ക് RSS മനസ്സാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ. അതുകൊണ്ടാണ് തന്റെ വകുപ്പിന്റെ ഉത്തരവാദിത്വം മറന്ന് RSSനെ പ്രീണിപ്പിക്കാൻ മനോജ് വധക്കേസ് പെട്ടെന്ന് തന്നെ CBIക്ക് വിട്ടതെന്നും പിണറായി വിജയൻ. കണ്ണൂരിലെ കൊലപാതകങ്ങൾ ഏറെ വേദനിപ്പിക്കുന്നുവെന്നും ഇനി ഈ മണ്ണിൽ ചോര വീഴരുതെന്നും സുഗതകുമാരി. ഒരു കാലത്ത് ഇവിടെയുള്ളവർ നാടുവാഴികളുടെ കയ്യാളുകളായിരുന്നെങ്കിൽ രാഷ്ട്രീയക്കാരുടെ കയ്യാളുകളായി അവർ മാറിയതാണ് ഇവിടെ ചോര വീഴാൻ കാരണമെന്ന് അടൂർ ഗോപാലകൃഷ്ണൻ. മനോജ് വധം CBIക്ക് വിട്ടതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ പറഞ്ഞ വാക്കുകൾ സ്ഥാനത്തിന് യോജിക്കാത്തതാണെന്ന് BJP ജില്ലാ പ്രസിഡന്റ് K രഞ്ജിത്ത്. CPM നേതൃത്വത്തിനെ വിരളി പിടിച്ചിരിക്കുകയാണെന്നും K രഞ്ജിത്ത്. പറശ്ശിനിക്കടവ് സ്നേക്ക് പാർക്കിൽ ഇനി മുതലകൾക്ക് നീന്തൽക്കുളവും സിംഹവാലന്മാർക്ക് ഊഞ്ഞാലും ഏറുമാടവും. സ്നേക്ക് പാർക്കിലെ മൃഗങ്ങൾക്ക് കൂടുതൽ സൌകര്യങ്ങൾ. വിശദമായ വാർത്തകളിലേക്ക്. കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിക്ക് RSS മനസ്സാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ പറഞ്ഞു. അതുകൊണ്ടാണ് തന്റെ വകുപ്പിന്റെ ഉത്തരവാദിത്വം മറന്ന് RSSനെ പ്രീണിപ്പിക്കാൻ മനോജ് വധക്കേസ് പെട്ടെന്നു തന്നെ CBIക്ക് വിട്ടതെന്നും പിണറായി വിജയൻ കണ്ണൂരിൽ പറഞ്ഞു. മുഖ്യമന്ത്രി RSS മനസ്സുള്ള ആളായതുകൊണ്ടാണ് തന്റെ വകുപ്പിന്റെ ഉത്തരവാദിത്വം കൂടി മറന്നുകൊണ്ട് പെട്ടെന്ന് തന്നെ RSSനെ പ്രീണിപ്പിക്കാൻ CBIയെ ഏൽപ്പിക്കുന്ന നിലയുണ്ടായിട്ടുള്ളത്. അത്തരമൊരു നിലപാട് കേരള ആഭ്യന്തരമന്ത്രി സ്വീകരിച്ചപ്പോൾ നിറഞ്ഞ മനസ്സോടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അത് സ്വീകരിക്കുന്ന കാഴ്ച ഇവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇവിടെ വന്നപ്പോൾ പെട്ടെന്ന് തന്നെ അത് ഏറ്റെടുക്കാൻ പോവുകയാണ് എന്ന പ്രഖ്യാപനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് RSSും കോൺഗ്രസും കൂടിയുള്ള ഒരു ഒത്തുകളി, അതിന് നേതൃത്വം കൊടുക്കാൻ കേരള ആഭ്യന്തരമന്ത്രി തയ്യാറായിരിക്കുന്നു എന്നതാണ്. കോൺഗ്രസ് RSS കൂട്ടുകെട്ടാണ് ഇതിലൂടെ വെളിവായതെന്നും പിണറായി വിജയൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. 3 വർഷം കൊണ്ട് 3 ദശാബ്ദക്കാലം കേരളത്തെ പിറകോട്ടടിപ്പിക്കുന്ന പ്രവർത്തനങ്ങളാണ് ഉമ്മൻചാണ്ടി സർക്കാർ നടപ്പാക്കിയതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ. CPM തളിപ്പറമ്പ് നോർത്ത് ലോക്കൽ കമ്മിറ്റി ഓഫീസ് PV ബാലഗോപാലൻ സ്മാരക മന്ദിരം കെട്ടിടോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു പിണറായി വിജയൻ. 3 വർഷമാണ് അധികാരത്തിൽ നിന്നെങ്കിൽ 3 ദശാബ്ദക്കാലത്തേക്ക് നമ്മുടെ നാടിനെ പുറകോട്ടടിപ്പിച്ച ഫലം ഈ ഗവൺമെന്റ് ഉണ്ടാക്കി. അപ്പോൾ ഇവരുടെ കെടുകാര്യസ്ഥത, ഇവർ കാണിച്ചിട്ടുള്ള ധൂർത്ത്, ഭരണരംഗത്തുള്ള പിടിപ്പുകേട്, അതിൻ്റെ എല്ലാം ഭാരം ജനങ്ങൾ പേറണമെന്ന് പറഞ്ഞാൽ എങ്ങനെ പറ്റും? ഇപ്പോൾ വർദ്ധിപ്പിച്ച വെള്ളക്കരത്തിന്റെ കാര്യത്തിൽ ഇപ്പൊ അവസാനം ഉമ്മൻചാണ്ടി പറഞ്ഞത് 150 കോടി രൂപയാണ് ലഭിക്കുക എന്നത്. വർദ്ധിപ്പിച്ച കരത്തിലൂടെ കിട്ടുന്നത് 150 കോടി. ഈ വെള്ളത്തിന്റെ മേഖലയിൽ പിരിക്കാനുള്ള കരം കുടിശ്ശികയായി കിടക്കുന്നത് ഇപ്പൊ കിട്ടുമെന്ന് പറഞ്ഞതിന്റെ 4 ഇരട്ടി. അപ്പോൾ കിട്ടുന്നതിന്റെ പകുതി പിരിച്ചാൽ തന്നെ 2 ഇരട്ടി കയ്യിൽ കിട്ടും. ഇപ്പൊ കിട്ടുമെന്ന് പറയുന്നതിന്റെ 2 ഇരട്ടി കയ്യിൽ കിട്ടും. നമ്മുടെ സംസ്ഥാനത്തിലെ UDF ഗവൺമെന്റ് തീർത്തും നമ്മുടെ നാടിനെ പുറകോട്ടടിപ്പിക്കുക. സ്വാഭാവികമായും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു. എല്ലാ മേഖലയും UDF ഭരണകാലത്ത് തകർന്നിരിക്കുകയാണ്. കുടിശ്ശികയുള്ള നികുതി പിരിക്കാൻ പോലും കഴിയാത്ത സർക്കാരിന് ജനങ്ങളുടെ മേൽ നികുതി ഭാരം അടിച്ചേൽപ്പിക്കാൻ അർഹതയില്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു. പ്രമുഖ ട്രേഡ് യൂണിയൻ നേതാവായിരുന്ന PV ബാലഗോപാലൻ സ്മാരക മന്ദിരം പൂക്കോത്തുതെരു മനയങ്കാവിന് സമീപമാണ് സ്ഥിതി ചെയ്യുന്നത്. TVK സ്മാരക ലൈബ്രറി ഉദ്ഘാടനം CPM ജില്ലാ സെക്രട്ടറി P ജയരാജൻ നിർവഹിച്ചു. ഓഫീസ് കമ്പ്യൂട്ടറൈസേഷൻ ഉദ്ഘാടനം ജെയിംസ് മാത്യുവും ഫോട്ടോ അനാച്ഛാദനം P വാസുദേവനും നടത്തി. തളിപ്പറമ്പ് ടൗൺ സ്ക്വയറിൽ നടന്ന ചടങ്ങിൽ K കുഞ്ഞപ്പ സപ്ലിമെന്റ് പ്രകാശനം നടത്തി. സിനിമാ സംവിധായകൻ ഷെറി ഏറ്റുവാങ്ങി.
കെ ബാലകൃഷ്ണൻ നമ്പ്യാർ പുസ്തക പ്രകാശനം നടത്തി. സംഘടക സമിതി ചെയർമാൻ കെ മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. എം സന്തോഷ്, ഒ സുഭാഗ്യം, ടി ബാലകൃഷ്ണൻ, എം വി നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. ബാൻഡ് മേളത്തിന്റെയും മുത്തുക്കുടകളുടെയും അകമ്പടിയോടെ തുറന്ന വാഹനത്തിലാണ് പിണറായി വിജയനെ ടൗൺ സ്ക്വയറിലേക്ക് ആനയിച്ചത്. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. കണ്ണൂരിലെ കൊലപാതകങ്ങൾ വളരെയധികം വേദനിപ്പിക്കുന്നുവെന്ന് സുഗതകുമാരി പറഞ്ഞു. കണ്ണൂരിന്റെ മണ്ണിൽ ഇനി ഒരു തുള്ളി ചോര വീഴരുതെന്നും അവർ പറഞ്ഞു. ഒരു കാലത്ത് നാടുവാഴികളുടെ കയ്യാളുകളായി മാറിയ ചിലർ ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ കയ്യാളുകളായി മാറിയതാണ് കണ്ണൂരിൽ ചോര വീഴാൻ കാരണമെന്ന് അടൂർ ഗോപാലകൃഷ്ണൻ. കൃഷ്ണ ജ്വൽസ് ഏർപ്പെടുത്തിയ മയിൽപീലി പുരസ്കാരം കണ്ണൂരിൽ നടന്ന ചടങ്ങിൽ സ്വീകരിച്ച ശേഷം നടത്തിയ പ്രസംഗത്തിലാണ് ഇവർ ഇങ്ങനെ പ്രതികരിച്ചത്. ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. ഞങ്ങൾക്കിനി ഒറ്റ പ്രാർത്ഥനയുള്ളൂ. കണ്ണൂരിന്റെ മനസ്സിൽ ഇനി ചോര വീഴരുത്, സുഗതകുമാരി പറഞ്ഞു. കണ്ണൂര് വളരെ നല്ല സ്ഥലമാണ്. ഞാൻ നിങ്ങളെ പറ്റി എനിക്ക് തെറ്റിദ്ധാരണയാണുള്ളത് എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. എന്നെ പോലെയുള്ളവർക്ക് ഒരൊറ്റ പ്രാർത്ഥനയുള്ളൂ. കണ്ണൂരിന്റെ മണ്ണിൽ ഇനി ഇങ്ങനെ ചോര വീഴരുത്. ചോര വീഴാൻ പാടില്ല. മക്കളെ കൊല്ലുന്ന ആയുധങ്ങളും ക്രൂരഹസ്തങ്ങളും ഇവിടെ ഉയരരുത്. എന്റെ ജീവിതം കവിത കൊണ്ട് അനുഗ്രഹീതമാണ്. വിചാരിച്ചത്ര കഴിഞ്ഞില്ലെങ്കിലും ഒരുപാട് പേരുടെ കണ്ണീരൊപ്പാൻ കഴിഞ്ഞത് ഭാഗ്യമാണ്. കൃഷ്ണഭക്തിയാണ് എനിക്കെല്ലാം, കവിത ചൊല്ലി മലയാളത്തിന്റെ പ്രിയ കവയിത്രി പറഞ്ഞു. ചേകവന്മാരുടെ നാടാണ് കണ്ണൂർ. ഒരു കാലത്ത് നാടുവാഴികളുടെ കയ്യാളന്മാരായിരുന്നു ഇവർ. എന്നാൽ ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ കയ്യാളന്മാരായി ചിലർ മാറിയിരിക്കുന്നു. ഇതാണ് കണ്ണൂരിന്റെ ദുരന്ത കാരണമെന്ന് അടൂർ ഗോപാലകൃഷ്ണൻ അവാർഡ് സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞു. രാഷ്ട്രീയ പാർട്ടികളുടെ കയ്യാളുകളായിട്ട് മാറി എന്നുള്ളതാണ് നമ്മുടെ ഒരു ദുരിതം. ഞാൻ സിനിമയിൽ ആവിഷ്കരിക്കുന്നത് സാധാരണ ജീവിതങ്ങൾ മാത്രമാണ്. റൌഡിയെയും തെമ്മാടിയെയും തൊഴിച്ചു പറത്തി ഒരു പോറലുമേൽക്കാതെ വരുന്ന നായകനെ മലയാളികൾ സ്വീകരിക്കുന്നു. പിന്നെ എന്തുകൊണ്ട് ഞാൻ ആവിഷ്കരിക്കുന്ന സാധാരണക്കാരന്റെ ജീവിതം ചിലർക്ക് മനസ്സിലാവുന്നില്ല? അടൂർ ഗോപാലകൃഷ്ണൻ ചോദിച്ചു. ഞാൻ കണ്ണൂരുകാരനാണ്, പയ്യന്നൂരുകാരനാണ് എന്ന് പറയുന്നതിൽ തനിക്ക് അഭിമാനമുണ്ടെന്ന് മയിൽപീലി പുരസ്കാരം സ്വീകരിച്ച് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി പറഞ്ഞു. ഞാൻ ആരെയും ഒരിക്കലും ദ്രോഹിച്ചിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദേശാടനത്തിലെ കളിവീടുറങ്ങിയല്ലോ എന്ന ഗാനം മകൻ ദീപാങ്കുരനൊപ്പം ചേർന്ന് കൈതപ്രം പാടി. ആകാശവാണി അസിസ്റ്റന്റ് സ്റ്റേഷൻ ഡയറക്ടർ കെ ബാലചന്ദ്രൻ, കൃഷ്ണ ജ്വൽസ് മാനേജിംഗ് പാർട്ണർ കെ രവീന്ദ്രനാഥ്, സുകുമാരൻ പെരിയച്ചൂർ എന്നിവർ ചേർന്നാണ് പുരസ്കാരം നൽകിയത്. ചിന്മയ മിഷൻ ആചാര്യസ്വാമിനി അപൂർവാനന്ദ സരസ്വതി അനുഗ്രഹ പ്രഭാഷണം നടത്തി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.
പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദന്റെ വാക്കുകൾ സ്ഥാനത്തിന് യോജിക്കാത്തതാണെന്ന് BJP ജില്ലാ പ്രസിഡന്റ് കെ രഞ്ജിത്ത്. TP വധക്കേസിൽ CPMന്റെ പങ്ക് വ്യക്തമായ സാഹചര്യത്തിൽ പാർട്ടി വിലക്ക് മറികടന്ന് അദ്ദേഹം പ്രതിഷേധിച്ചിരുന്നു. എന്നാൽ മനോജ് വധക്കേസിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം ശരിയായില്ല. കണ്ണൂർ ജില്ലയിൽ BJPക്ക് മാത്രമൊന്നുമല്ല, കണ്ണൂർ ജില്ലയിൽ CPM ഒഴികെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും CPMന്റെ ശക്തി കേന്ദ്രങ്ങളിൽ പ്രവർത്തന സ്വാതന്ത്ര്യം അനുവദിക്കാറില്ല. അത് യാഥാർത്ഥ്യമാണ്. അതിനെ മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചെറുവാഞ്ചേരിയിൽ പ്രവർത്തന സ്വാതന്ത്ര്യം അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്താ CPM പറഞ്ഞത്? 2000-ഓളം ആളുകൾ CPMന് രാജിവെച്ചിട്ട് പോയിന്നല്ലേ? ഈ 2000-ഓളം ആളുകളുടെ പ്രദേശത്താണോ BJP പ്രവർത്തന സ്വാതന്ത്ര്യം നിഷേധിക്കുന്നത്? അപ്പം കള്ളപ്രചരണം നടത്താൻ വേണ്ടി ഞങ്ങളിൽ നിന്ന് മുൻപ് രാജിവെച്ച് പോയ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ആളെ മറയാക്കിക്കൊണ്ടാണ് CPM ഇത്തരത്തിലുള്ള പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊന്നും ഏശാൻ പോകുന്നു, ജനങ്ങളുടെ മുമ്പിൽ ഇതൊന്നും ഏശാൻ പോകുന്നില്ല. കാരണം CPMന്റെ യഥാർത്ഥ മുഖം ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു കണ്ണൂർ ജില്ലയിൽ. CPM നേതൃത്വത്തിന് വിറളി പിടിച്ചിരിക്കുകയാണെന്നും കെ രഞ്ജിത്ത് പറഞ്ഞു. ജനശക്തി യാത്ര വൻ വിജയമായതിനാലാണ് CPM ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചിരിക്കുന്നത്. കെ രഞ്ജിത്ത് കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രത്തിൽ തങ്കലിപികളിൽ എഴുതി ചേർത്ത പേരാണ് ബീഡി തൊഴിലാളികളുടേതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ പറഞ്ഞു. കേരളത്തിന്റെ സാമൂഹ്യ ചരിത്രത്തിൽ ബീഡി തൊഴിലാളികളുടെ പങ്ക് വലുതാണ്. കണ്ണൂരിൽ ടുബാക്കോ വർക്കേഴ്സ് യൂണിയൻ 80ാം വാർഷിക സമ്മേളനം C. കണ്ണൻ സ്മാരക ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പിണറായി വിജയൻ. പൊതുരാഷ്ട്രീയത്തിൽ വളരെ സജീവമായി ഇടപെട്ടിരുന്ന തൊഴിലാളി വിഭാഗമായിരുന്നു ബീഡി തൊഴിലാളികൾ. ഇടതുപക്ഷത്തിന്റെ മുന്നേറ്റത്തിന് അക്ഷീണ പ്രവർത്തനം നടത്തിയ ബീഡി തൊഴിലാളികളുടെ പേരുകൾ തങ്കലിപികളിലാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് ചോരയും നീരും നൽകിയവരാണ് ബീഡി തൊഴിലാളികൾ. ആ പഴയകാല പ്രവർത്തകരെ ആദരിക്കാൻ കഴിയുന്നു എന്നത് തീർത്തും സന്തോഷകരമായ കാര്യമാണ്. ആ തൊഴിലാളി പ്രസ്ഥാനത്തെ, തൊഴിലാളി പ്രവർത്തനത്തെ മാതൃകയാക്കിക്കൊണ്ട് നീങ്ങാൻ നമ്മുടെ നാട്ടിലെ തൊഴിലാളി സംഘടനകൾക്ക്, തൊഴിലാളി പ്രവർത്തകർക്ക്, തൊഴിലാളികൾക്ക് കഴിയണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി C. കൃഷ്ണൻ MLA അധ്യക്ഷത വഹിച്ചു. CITU സംസ്ഥാന സെക്രട്ടറി KP സഹദേവൻ, CITU ജില്ലാ പ്രസിഡന്റ് പുഞ്ചയിൽ നാണു, നേതാക്കളായ N. ബാലകൃഷ്ണൻ, പന്ന്യൻ ഗോവിന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. പഴയകാല ബീഡി തൊഴിലാളികളെ ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. പാപ്പിനിശ്ശേരി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ ശോചനീയാവസ്ഥ രോഗികളിൽ ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഞായറാഴ്ച രാവിലെ ഡോക്ടറെ കണ്ട ശേഷം രോഗികൾ മരുന്നിനായി ഫാർമസിയിലെത്തിയെങ്കിലും മരുന്ന് വിതരണം ചെയ്യാൻ ഫാർമസിസ്റ്റ് എത്തിയിരുന്നില്ല. തുടർന്ന് രോഗികളുടെ നീണ്ട നിരയായിരുന്നു ഫാർമസിക്കു മുൻപിൽ. ഇതുമൂലം വൃദ്ധരായ രോഗികൾ ഏറെ കഷ്ടപ്പെട്ടു. 8 മണി മുതൽ 4 മണി വരെ പ്രവർത്തിക്കേണ്ട ഫാർമസി 10:30 തുറന്നില്ല. ഒരു 8-8:30 എത്തിയതാണ് ഹോസ്പിറ്റലിൽ. ഡോക്ടറെ കാണിച്ചു. പക്ഷെ മരുന്നിന് വേണ്ടി അപ്പൊ തന്നെ വലിയൊരു ക്യൂ ഉണ്ടായിരുന്നു. പ്രായമായ കുറെ സ്ത്രീകളൊക്കെ വളരെ വയ്യാതെ നിൽക്കുന്നുണ്ടായിരുന്നു. അവരൊക്കെ പരാതി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത്ര സമയമായിട്ടും മരുന്ന് കൊടുത്തില്ല. ഒടുവിൽ ഇപ്പോ നഴ്സുമാര് വന്നിട്ട് മരുന്ന് കൊടുക്കുന്നുണ്ട്. എന്നാലും വലിയൊരു നീണ്ട നിര തന്നെ കാണാനുണ്ട്. ഭയങ്കര വിഷമത്തിലാണ് എല്ലാവരും നിൽക്കുന്നത്. രോഗികൾ പ്രകോപിതരായതോടുകൂടി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നഴ്സുമാർ 11 മണിയോടെ ഫാർമസി തുറന്ന് മരുന്ന് വിതരണം ആരംഭിച്ചു. 24 മണിക്കൂറും ഡോക്ടറുടെ സേവനം ലഭ്യമാകേണ്ട ആശുപത്രിയിൽ ഉച്ചയ്ക്ക് ശേഷം ഡോക്ടറും ഇല്ലാത്ത സ്ഥിതിയാണ്. പാപ്പിനിശ്ശേരി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ഇന്റൻസീവ് കെയറിലായിട്ട് കാലമേറെയായി. ന്യൂസ് ബ്യൂറോ, പാപ്പിനിശ്ശേരി. പറശ്ശിനിക്കടവ് സ്നേക്ക് പാർക്കിൽ ഇനി മുതലകൾക്ക് നീന്തൽക്കുളവും സിംഹവാലന്മാർക്ക് ഊഞ്ഞാലും ഏറുമാടവും. ക്രോക്കഡൈൽ ഹണ്ടർ സ്റ്റീവ് ഇർവിന്റെ പ്രതിമയും ഉടൻ ക്രോക്കഡൈൽ പാർക്കിനു മുന്നിൽ യാഥാർത്ഥ്യമാവും. കേന്ദ്ര വന്യജീവി വകുപ്പിന്റെയും സെൻട്രൽ സൂ അതോറിറ്റിയുടെ മാസ്റ്റർ പ്ലാനിനും അംഗീകാരം ലഭിച്ച പറശ്ശിനിക്കടവ് സ്നേക്ക് പാർക്കിന്റെ 1ാംഘട്ട നവീകരണവും വിപുലീകരണവും പൂർത്തിയാക്കിയതായി ഡയറക്ടർ പ്രൊഫസർ ഇ. കുഞ്ഞിരാമനും CEO അവിനാഷ് ഗിരിജയും അറിയിച്ചു. സെൻട്രൽ സൂ അതോറിറ്റിയുടെ മാസ്റ്റർ പ്ലാനിന്റെ അംഗീകാരം ലഭിച്ചതോടെ നവീകരണ പ്രവർത്തനങ്ങളുടെ 1ാം ഘട്ടത്തിൽ മുതലകൾക്കുള്ള ആവാസ വ്യവസ്ഥകൾ സംരക്ഷിച്ചുകൊണ്ടുള്ള ക്രോക്കഡൈൽ പാർക്ക് പൂർത്തിയായി. ഇവിടെ 25 മഗ്ഗർ ഇനത്തിൽപ്പെട്ട മുതലകളുടെ വലിയ കൂട്ടുകുടുംബമാണ് ഉള്ളത്. ഇവയെ പരിപാലിക്കുന്നതിന് ശുദ്ധജലം ഉൾപ്പെടെയുള്ള കുളവും പച്ചപുതപ്പിച്ച സമതലവും അപൂർവം ചെടിയിനങ്ങളും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. പ്രശസ്ത ആസ്ട്രേലിയൻ ക്രോക്കഡൈൽ ഹണ്ടർ സ്റ്റീവ് ഇർവിന്റെ പ്രതിമ ക്രോക്കഡൈൽ പാർക്കിന്റെ കവാടത്തിൽ നിർമ്മിക്കുന്നതിനുള്ള പ്രത്യേക പണിപ്പുരയിലാണ്. കാണികൾക്ക് കണ്ടിരിക്കുവാനും ആസ്വദിക്കുവാനുമുള്ള ഇരിപ്പിടങ്ങളും ഒരുക്കിയിട്ടുണ്ട്.
മറ്റ് മൃഗശാലകളിൽ നിന്നും വിവിധയിനം മുതലകളെ കൂടി ഇവിടെ കൊണ്ടുവരുന്നതിനുള്ള ശ്രമം തുടരുകയാണ്. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സിംഹവാലൻ കുരങ്ങുകൾക്കുള്ള പുതിയ ഏറുമാടം തയ്യാറാക്കിയിട്ടുണ്ട്. പാർക്കിൽ വർഷങ്ങളായി അന്തേവാസികളായ 2 സിംഹവാലൻ കുരങ്ങുകൾക്ക് തുള്ളിച്ചാടാനുള്ള ഊഞ്ഞാലും ഏണിയും മരങ്ങളും ഉൾപ്പെടെയുള്ള വലിയ കൂട്ടിൽ തയ്യാറാക്കി ഇവയെ പാർപ്പിക്കുന്നതിനുള്ള സൌകര്യമുണ്ട്. കാണികൾക്ക് സ്വതന്ത്രമായി ഇവയുടെ കുസൃതികൾ ആസ്വദിക്കാനും ഇവയുടെ ഫോട്ടോകൾ എടുക്കുന്നതിനുള്ള സൌകര്യങ്ങളുമുണ്ട്. പാർക്കിലുള്ള 2 കിങ് കോബ്രകൾക്കുള്ള ആവാസ വ്യവസ്ഥകൾക്ക് ആവശ്യമായ നീന്തൽക്കുളവും അവയ്ക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കുന്നതിനുള്ള വലിയ കുളവും മരങ്ങളുള്ള വലിയ കൂടും തയ്യാറാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ സൌത്ത് ഇന്ത്യയിലുള്ള ഏക സംവിധാനമാണ് കിങ് കോബ്രയ്ക്ക് തയ്യാറാക്കിയതെന്ന് സിഇഒ അവിനാഷ് ഗിരിജ അറിയിച്ചു. വർഷങ്ങളായി പാർക്കിലുള്ള 2 കിങ് കോബ്രയ്ക്ക് ഹണിമൂണിനുള്ള ആവാസ വ്യവസ്ഥയിൽ കൂടുകൂട്ടി മുട്ടയിടാനും കുഞ്ഞുങ്ങൾ വിരിയിക്കാനുമുള്ള സൌകര്യമുണ്ട്. ഇതിനു പുറമെ തദ്ദേശികളും വിദേശികളുമായ ടൂറിസ്റ്റുകൾക്ക് തിയേറ്റർ, കോഫി ഷോപ്പ്, പക്ഷിക്കൂട്, കേരളത്തിലെ വിവിധയിനം പക്ഷികൾക്കുള്ള വാസസങ്കേതം, മൃഗാശുപത്രി എന്നിവ കൂടി സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണെന്നും അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ധർമ്മശാല. ആലക്കോട് പഞ്ചായത്ത് ഓഫീസ് പൂട്ടിയിട്ടതിൽ പ്രതിഷേധിച്ച് LDF തിങ്കളാഴ്ച പഞ്ചായത്ത് ഓഫീസ് ഉപരോധിക്കും. പ്രസിഡന്റിന്റെ രാജി ആവശ്യപ്പെട്ട് നടത്തുന്ന സമരത്തെ രാഷ്ട്രീയമായി നേരിടുമെന്ന് പ്രഖ്യാപിച്ച് UDFും രംഗത്തെത്തിയിട്ടുണ്ട്. പഞ്ചായത്ത് മിനിറ്റ്സ് തിരുത്തുക വഴി വ്യാജരേഖ ചമച്ച പ്രസിഡന്റ് ജോസ് വട്ടമല രാജിവെക്കുക, കൂട്ടുനിന്ന അന്നത്തെ സെക്രട്ടറി ഷാനവാസിനെ സസ്പെൻഡ് ചെയ്യുക, പഞ്ചായത്ത് ഭരണത്തിലെ അഴിമതി അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഉപരോധ സമരം നടത്തുന്നത്. ഈ ആവശ്യമുന്നയിച്ച് LDF നടത്തുന്ന 3ാംഘട്ട സമരമാണിത്. ഈ ആവശ്യമുന്നയിച്ച് നേരത്തെ LDF പഞ്ചായത്ത് അംഗങ്ങൾ പഞ്ചായത്ത് ഓഫീസിനു മുൻപിൽ 2 ദിവസം കുത്തിയിരിപ്പ് സമരവും വാഹന പ്രചരണ ജാഥയും നടത്തിയിരുന്നു. പഞ്ചായത്ത് ഓഫീസ് പ്രവർത്തിക്കാൻ അനുവദിക്കാതെ രാവിലെ മുതൽ ഉപരോധം ആരംഭിക്കുമെന്നാണ് LDF പറയുന്നത്. പഞ്ചായത്ത് ഉടമസ്ഥതയിലുള്ള തോടിലൂടെ പ്രസിഡന്റ് ജോസ് വട്ടമലിയുടെ വീട്ടിലേക്ക് ഭരണസമിതി അറിയാതെ നടപ്പാലം നിർമ്മിച്ചുവെന്നാണ് ആക്ഷേപം. ഇത് പിന്നീട് തീരുമാനമായി മിനിറ്റ്സിൽ എഴുതി ചേർക്കുകയും ചെയ്തുവെത്രേ. അതേസമയം LDFന്റെ സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്നും 5ാം നമ്പർ തീരുമാനമായി പാലം നിർമ്മാണത്തിന് അനുമതി നൽകിയിരുന്നതാണെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത്. അതോടൊപ്പം തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് വട്ടമലിയുടെ വീടിന് മുമ്പിൽ കരങ്ങ് നിർമ്മിക്കുന്നതിന് വേണ്ടി കൊടുത്ത അപേക്ഷ പരിഗണിച്ച് ചർച്ച ചെയ്തു. അതിനുള്ള അംഗീകാരം അത് 5ാം നമ്പർ തീരുമാനമാണ്. അപ്പോൾ ഇവർ ഇത് ചെയ്യുന്നത് ഇപ്പോൾ ഈ സമരം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പ്രേരിതമാണ്. കാരണം കഴിഞ്ഞ 4 വർഷക്കാലമായി യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ലാതെ പഞ്ചായത്തിൻ്റെ ഭരണം വളരെ സുഗമമായി കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരുടെയും അഭിപ്രായങ്ങൾക്ക് പ്രകടിപ്പിച്ചുകൊണ്ട് ആണ് പഞ്ചായത്ത് ഭരണം മുമ്പോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ നല്ല രീതിയിൽ വികസന പ്രവർത്തനം നടക്കുന്നുണ്ട്. സമരത്തെ രാഷ്ട്രീയമായി നേരിടുമെന്ന് UDFും വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, നടുവിൽ. സോഷ്യലിസത്തിന് ഭാവിയില്ല എന്ന വലതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ പ്രചരണങ്ങളും പരിപാടികളും കൂടുതലായും ബാധിച്ചത് യൌവനത്തെയും പുരോഗമന യുവജന പ്രസ്ഥാനങ്ങളെയുമാണെന്ന് ഡിവൈഎഫ്ഐ മുൻ ജില്ലാ സെക്രട്ടറി PV ഗോപിനാഥ്. ഡിവൈഎഫ്ഐ തളിപ്പറമ്പ് സൌത്ത് മേഖലാ സമ്മേളനം തളിപ്പറമ്പ് പാലക്കുളങ്ങരയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സോഷ്യലിസത്തിനാണ് ഭാവി എന്നുള്ള പ്രതീക്ഷാനിർഭരമായിട്ടുള്ള ഒരു ഘട്ടത്തിൽ നിന്ന് 1990-കളിലാകുമ്പോഴേക്ക് സോഷ്യലിസത്തിനും കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലുമെല്ലാം ഉണ്ടായിട്ടുള്ള തിരിച്ചടി, സോഷ്യലിസത്തിന് ഭാവിയില്ല എന്നുള്ള വലതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ പ്രചരണ പരിപാടികൾ, ഇതെല്ലാം ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ളത്, പിടികൂടിയിട്ടുള്ളത് യൗവനത്തെയാണ്. സോഷ്യലിസം തകരുന്നു, ഒരു നിരാശാജനകമായിട്ടുള്ള അന്തരീക്ഷത്തിലേക്ക് ഇന്ത്യൻ യൗവനത്തെ മാറ്റി എന്നുള്ളത് പുരോഗമന യുവജന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വിലങ്ങുതടിയായിട്ടുണ്ട്. അനുകരണത്തിന്റെ മാതൃക ഡിവൈഎഫ്ഐ ഉപേക്ഷിക്കണം. തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ പാതയല്ല പിന്തുടരേണ്ടത്. യൗവനത്തിന്റെ ചിന്തകളെ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ ഡിവൈഎഫ്ഐക്ക് കഴിയണം. ഡിവൈഎഫ്ഐയുടെ സംഘടനാ പ്രവർത്തനത്തെക്കുറിച്ച് നയിക്കുന്നവർക്കും ബോധം വേണം. യൗവനത്തിന്റെ മനസ്സ് എങ്ങനെയാണെന്ന് പൂർണ്ണമായും അറിയുന്നവരായിരിക്കണം ഡിവൈഎഫ്ഐ നേതാക്കൾ. ഡിവൈഎഫ്ഐയുടെ പുരോഗമന ചിന്തകളെ യുവതലമുറയ്ക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചെങ്കിൽ മാത്രമേ സംഘടന കരുത്താർജിക്കുകയുള്ളൂവെന്നും PV ഗോപിനാഥ് പറഞ്ഞു. കൂത്തുപറമ്പ് രക്തസാക്ഷി നഗറിൽ നടന്ന സമ്മേളനത്തിൽ മേഖലാ പ്രസിഡന്റ് C പ്രദീപൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം വരുൺ ബാലകൃഷ്ണൻ, ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് T പ്രകാശൻ, P രാജീവൻ, M ഗണേശൻ, CP രാജേഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. കാഴ്ചകൾക്ക് ദൃശ്യചാരുതയേകി ഒടുവള്ളി വളവ്. ഒരു കാലത്ത് യാത്രക്കാർക്ക് പേടി സ്വപ്നമായിരുന്നു ഒടുവള്ളി വളവ്. എന്നാൽ ഇന്ന് പ്രകൃതി സൌന്ദര്യം പകർത്താൻ എത്തുന്നത് നിരവധി പേരാണ്. തളിപ്പറമ്പ് ആലക്കോട് റോഡിൽ മെക്കാഡം ടാറിംഗ് നടത്തിയപ്പോൾ വരുത്തിയ മാറ്റങ്ങളാണ് ഒടുവള്ളി വളവിനെ ശ്രദ്ധാകേന്ദ്രമാക്കി മാറ്റിയത്.
വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ പൈതൽമല, പാലക്കയംതട്ട് അടക്കമുള്ള പ്രദേശങ്ങളും ആലക്കോട്, കരുവഞ്ചാൽ, ഉദയഗിരി അടക്കമുള്ള ടൌണുകളും ദൂരക്കാഴ്ചയായി ഇവിടെ നിന്നും കാണാം. കാഴ്ചകൾ ആസ്വദിക്കാനും ദൃശ്യങ്ങൾ പകർത്താനും നിരവധി പേരാണ് ദിനംപ്രതി ഇവിടെയെത്തുന്നത്. ഹാജി വളവെന്ന് അറിയപ്പെടുന്ന കുത്തനെ ഇറക്കവും കൊടുംവളവുമായ ഒടുവള്ളി വളവിൽ വീതി കൂട്ടി കയറ്റം കുറച്ചാണ് മെക്കാഡം ടാറിംഗ് നടത്തിയത്. കൂടാതെ ഇരുമ്പുകൊണ്ടുള്ള പാർശ്വഭിത്തിയും നിർമ്മിച്ചു. അപകട ഭീഷണി ഒഴിവാക്കുന്നതിനൊപ്പം യാത്രക്കാർക്ക് പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുവാനുള്ള സൌകര്യവുമുണ്ട്. ഒരുപാട് തവണ വന്നിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ ഭയങ്കര അപകട വളവൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നത്. ഇപ്പോൾ അതൊക്കെ മാറി പ്രകൃതി സുന്ദരമായ ഒരു സ്ഥലമായിട്ട് ഇത് മാറിയിരിക്കുന്നതാണ്. വളരെ അത്ഭുതത്തോടു കൂടിയാണ് നമ്മളിത് നോക്കിക്കാണുന്നത്. കാരണം നമ്മൾ ഇതുവഴി പാസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഇത് കണ്ടുകൊണ്ട് മാത്രം ഇവിടെ വന്ന് നിൽക്കുന്നത്. അപ്പോഴാണ് നിങ്ങളൊക്കെ കാണാൻ സാധിച്ചത്. ഇവിടെ ഈ പ്രകൃതി നമുക്ക് പിറകിൽ കാണുന്ന എല്ലാവിധ സൗന്ദര്യങ്ങളും വളരെ ഭംഗിയോടുകൂടി ആവിഷ്കരിച്ചതുപോലെയുണ്ട്. ക്രിയേറ്റീവായിട്ടാണ് തോന്നുന്നത്. വളരെ നന്നായിട്ടുണ്ട്. ഒരു കാലത്ത് മാലിന്യ നിക്ഷേപ കേന്ദ്രം കൂടിയായ സ്ഥലത്തുകൂടി മൂക്കുപൊത്തി യാത്ര ചെയ്തിരുന്ന ബസ് യാത്രക്കാരടക്കം ഇന്ന് ഏറെ സന്തോഷത്തിലാണ്. ന്യൂസ് ബ്യൂറോ, നടുവിൽ. ഏഴോം പഞ്ചായത്തിലെ നങ്കലത്ത് കണ്ടലുകൾ വ്യാപകമായി വെട്ടിനശിപ്പിക്കുന്നു. സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്തുള്ള കണ്ടലുകളാണ് നശിപ്പിച്ചത്. വെട്ടിയെടുത്ത കണ്ടൽ തെങ്ങിന് വളമായി ഇട്ടിരിക്കുന്നത് കാണാം. അപൂർവ ഇനത്തിൽപ്പെട്ട കണ്ടലുകളുടെ കേന്ദ്രമാണ് ഈ ഭാഗം. പലരും കണ്ടലുകൾ വെട്ടിമാറ്റി പുഴയോരം മണ്ണിട്ട് നികത്തുന്ന പ്രവണതയുമുണ്ട്. പ്രകൃതിക്ക് കോട്ടം തട്ടുന്ന ഇത്തരം പ്രവണതകൾക്കെതിരെ അധികൃതർ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. കാഞ്ഞിരങ്ങാട് വടക്കേമൂല മേലാറ്റിൽ സ്വാശ്രയ സംഘം നേതൃത്വത്തിൽ നടത്തിയ നെൽകൃഷിയിൽ ഇത്തവണ കൊയ്തത് 100 മേനി. കൊയ്ത്തുത്സവം പരിയാരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു. മേളാറ്റിൽ സ്വാശ്രയ സംഘത്തിലെ 22 പേരും കുടുംബാംഗങ്ങളുമാണ് 2 ഏക്കർ സ്ഥലത്ത് നെൽകൃഷി ഇറക്കിയത്. പൂർണ്ണമായും ജൈവകൃഷി രീതിയാണ് അവലംബിച്ചതും ഇക്കുറി വിളഞ്ഞത് 100 മേനിയാണ്. പരിയാരം കൃഷിഭവന്റെ സഹകരണത്തോടെയായിരുന്നു കൃഷി. കെ ഗോപിനാഥൻ അധ്യക്ഷത വഹിച്ചു. എം ഗംഗാധരൻ, പി വി രാജീവൻ, പി സുജിത്ത്, കെ സി പ്രദീപൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. മാധവ സ്മൃതി സേവാ ട്രസ്റ്റ് കണ്ണൂർ ജില്ലാ സംഗമവും കണ്ണൂരിൽ നോർത്ത് മലബാർ ചേംബർ ഹാളിൽ നടന്നു. വിശ്വഭാരതി ദക്ഷിണക്ഷേത്രീയ അധ്യക്ഷൻ ഡോക്ടർ പി കെ മാധവൻ ഉദ്ഘാടനം ചെയ്തു. മാനനീയ പ്രാന്ത് സംഘാലക് അഡ്വക്കേറ്റ് കെ കെ ബൽറാം അധ്യക്ഷത വഹിച്ചു. കെ വി ആനന്ദൻ, എസ് പരമേശ്വരൻ എന്നിവർ സംസാരിച്ചു. പി ആർ ശശിധരൻ അനുസ്മരണ പ്രഭാഷണവും ഡോക്ടർ പി കെ മാധവൻ എൻഡോമെന്റ് വിതരണവും നടത്തി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. വിവേകാനന്ദ ഗ്രാമസേവാ സമിതി, മാണിയൂർ സിൻഡിക്കേറ്റ് ബാങ്ക്, കുറ്റ്യാട്ടൂർ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ പ്രധാനമന്ത്രി ജൻധൻ യോജന പദ്ധതി വിശദീകരണവും അക്കൌണ്ട് ചേർക്കലും കട്ടോളി ഭഗവതി വിലാസം LP സ്കൂളിൽ നടന്നു. പ്രധാനമന്ത്രി വിഭാവനം ചെയ്ത ജൻധൻ യോജന പദ്ധതി ഗ്രാമങ്ങളിലെ ജനങ്ങളിലും എത്തണം എന്നതാണ് ഉദ്ദേശം. BJP ജില്ലാ ഉപാധ്യക്ഷൻ മോഹൻ മാനന്തേരി ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം ആകസ്മികമായി പറഞ്ഞു എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് ഉണ്ടാകും. അതിന് അദ്ദേഹം കൊടുത്ത പേരാണ് ജൻധൻ പരിപാടി. ജൻ മീൻസ് ജനം, ധനം, യോജന പദ്ധതിയാണ്. ജനങ്ങളുടെ ധനം ശേഖരിക്കുന്ന പദ്ധതി എന്ന അർത്ഥത്തിൽ ഹിന്ദി ജൻധൻ യോജന പദ്ധതി നമ്മുടെ ഭാരതത്തിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനം ആഗസ്റ്റ് 15-നാണെങ്കിൽ ആഗസ്റ്റ് 27 ആകുമ്പോഴേക്കും 12 ദിവസമാണ്. ആഗസ്റ്റ് 28 13-ാം ദിവസം പൊട്ടിപ്പുറപ്പെട്ടപ്പോ ഭാരതത്തിലെ 1,50,00,000 ആളുകൾ ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങി ഒറ്റ ദിവസം കൊണ്ട്. വിവേകാനന്ദ ഗ്രാമസേവാ സംഘം പ്രസിഡന്റ് KK ശ്രീജിത്ത്, രാഷ്ട്രീയ സ്വയംസേവക സംഘം താലൂക്ക് കാര്യവാഹക് K രാജു, ബേബി സുനാഗർ, M ബാലകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. മയിൽ പോലീസിന്റെ നേതൃത്വത്തിൽ കനത്ത പോലീസ് കാവലും ഏർപ്പെടുത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, മുണ്ടേരി. ദേശീയ ശുചിത്വ ക്യാമ്പയിനിന്റെ ഭാഗമായി ഒക്ടോബർ 2 മുതൽ നവംബർ 1 വരെ ശുചിത്വ ക്യാമ്പയിൻ സംഘടിപ്പിക്കുവാൻ ആലക്കോട് പഞ്ചായത്ത് തീരുമാനം. ഇതിന്റെ ഭാഗമായി 101 അംഗ സംഘാടക സമിതിക്ക് ശുചിത്വ ക്യാമ്പയിൻ അവലോകന യോഗത്തിൽ രൂപം നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് വട്ടമല ചെയർമാനും സെക്രട്ടറി കൺവീനറും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, വൈസ് ചെയർമാനുമായാണ് കമ്മിറ്റി രൂപീകരിച്ചത്. കുടുംബശ്രീ അംഗങ്ങൾ, ക്ലബ്ബുകളുടെയും വ്യാപാരി വ്യവസായ സംഘടനകളുടെയും ഭാരവാഹികൾ, ഓട്ടോ ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ പ്രതിനിധികൾ, സന്നദ്ധ സംഘടനാ ഭാരവാഹികൾ, പ്രവർത്തകർ, നിർവഹണ ഉദ്യോഗസ്ഥർ, വിട്ടുകിട്ടപ്പെട്ട സ്ഥാപന മേധാവികൾ, സ്കൂൾ പ്രധാനാധ്യാപകർ, ആരോഗ്യ പ്രവർത്തകർ എന്നിവരെ അംഗങ്ങളാക്കിയാണ് പ്രവർത്തനം നടത്തുക.
ശുചിത്വം, മാലിന്യ സംസ്കരണം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി പ്രത്യേക പരിപാടികൾ സംഘടിപ്പിക്കണം. ആശാ വർക്കർമാരും ഹെൽത്ത് ഇൻസ്പെക്ടർമാരും നേതൃത്വം നൽകണം. അംഗൻവാടികളിലെ തേൻതുള്ളി എന്ന പുസ്തകത്തിലെ മാലിന്യ സംസ്കരണ സംബന്ധമായിട്ടുള്ള പാഠത്തെ ആസ്പദമാക്കി കുട്ടികളുമായിട്ട് ചർച്ച ചെയ്യണം. ആലോചന യോഗത്തിൽ ജോസ് വട്ടമല അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, നടുവിൽ. തളിപ്പറമ്പ് പൂക്കോത്തുതെരു കുട്ടിക്കുന്നുപറമ്പ് സോപാനം കുടുംബശ്രീ 4ാം വാർഷികം വിവിധ പരിപാടികളോടെ നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ റംല പക്കർ ഉദ്ഘാടനം ചെയ്തു. നവരാത്രി നാളിലാണ് സോപാനം കുടുംബശ്രീയുടെ 5ാം വാർഷികാഘോഷം ഇവിടെ നടത്തപ്പെടുന്നത്. വെറും ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യുക എന്ന ഉദ്ദേശത്തോടുകൂടി 1998 കുടുംബശ്രീ പ്രസ്ഥാനം രൂപീകരിച്ചിട്ടുള്ളത്. സ്ത്രീകൾ അടിച്ചമർത്തപ്പെടേണ്ടവരില്ലെന്നും അബലകളിൽ നിന്നും ചപലകളിൽ നിന്നും സ്ത്രീയെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് കൂട്ടിക്കൊണ്ടുവരാനുള്ള അന്നത്തെ ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലിരിക്കുമ്പോൾ ആ സമയത്തായിരുന്നു ഇതിന് രൂപം കൊടുത്തിട്ടുള്ളത്. സോപാനം കുടുംബശ്രീ പ്രസിഡന്റ് മിനി പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. ഗിരിജ ബാലകൃഷ്ണൻ, തങ്കമണി വിജയൻ, സി നാരായണൻ, കെ ലക്ഷ്മണൻ, കെ നിഷ, ഡി വനജ, ഷൈമ പ്രദീപ് തുടങ്ങിയവർ സംസാരിച്ചു. SLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. JCI നടുവിലിന്റെ ആഭിമുഖ്യത്തിൽ മികച്ച വിദ്യാർത്ഥികൾക്കായി ഏർപ്പെടുത്തിയ സ്കോളർഷിപ്പ് വിതരണവും NLTS പരീക്ഷയിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി. ആലക്കോട് CI PK സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. പെൺകുട്ടികൾക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും 916 ക്യാരറ്റ് ഡിപ്പാർട്ട്മെന്റാണ് പോലീസ്. മറ്റൊരു കാഴ്ചക്കാർക്ക് മറ്റൊരു സ്വകാര്യ ഇടപെടലോ മറ്റൊരു സമ്മർദ്ദമോ ഒന്നുമില്ലാതെ പോലീസ് വണ്ടി നക്ഷത്രം വെച്ച കുപ്പായം അണിഞ്ഞ് അല്ലെ വടിയും തോക്കുമായി വരുന്ന പോലീസ് സംവിധാനം തീർച്ചയായും ഭാവിയിൽ നിങ്ങളൊക്കെ പോലീസിൽ എത്തിപ്പെട്ടാൽ ഇത് എന്താ പറയേണ്ടത്, ക്രിസ്തുദേവന് വേണ്ടി വെച്ച കൊടുത്ത മുൻകിരീടമാണ്. അത്ര ഗുരുതരമായ ഒരു ഡിപ്പാർട്ട്മെന്റാണ് പോലീസ്. ചടങ്ങിൽ JCI പ്രസിഡന്റ് S രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. നടുവിൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ KP ദാമോദരൻ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. സോൺ വൈസ് പ്രസിഡന്റ് സുനിൽകുമാർ സ്കോളർഷിപ്പ് വിതരണം ചെയ്തു. PO മുരളീധരൻ ക്ലാസ് എടുത്തു. PTA പ്രസിഡന്റ് VP മൂസാൻകുട്ടി, TP നാരായണൻ, ഷിബു മാത്യു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, നടുവിൽ. മുസ്ലിം ലീഗ് കാനച്ചേരി ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ച് പൊതുസമ്മേളനം 29-ന് നടക്കും. ഭാരവാഹികൾ ചക്കരക്കല്ല് പ്രസ് ഫോറത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പരിപാടി വിശദീകരിച്ചു. 29-ന് പൊതുസമ്മേളനം മമ്മിക്കുട്ടി ഹാജി നഗറിൽ അബ്ദുറഹിമാൻ കല്ലായി ഉദ്ഘാടനം ചെയ്യും. KM ഷാജി MLA മുഖ്യപ്രഭാഷണം നടത്തും. അൻസാരി തില്ലങ്കേരി, MP മുഹമ്മദ് അലി, PC അഹമ്മദ്കുട്ടി തുടങ്ങിയവർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ പഞ്ചായത്ത് ലീഗ് പ്രസിഡന്റ് PC അഹമ്മദ്കുട്ടി, സ്വാഗത സംഘം ചെയർമാൻ PK റിയാസ്, സ്വാഗത സംഘം ജനറൽ കൺവീനർ P മുഹമ്മദ് അലി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മുണ്ടേരി. മുണ്ടേരി പഞ്ചായത്തിലെ 6ാം വാർഡിൽ കുടുക്കിമൊട്ടയ്ക്ക് സമീപം ദേവി ഡോക്ടർ റോഡ് അപകടനിലയിലായിട്ട് നാളേറെയായി. പഞ്ചായത്ത് അധികൃതർ റോഡ് കൈവിട്ടപ്പോൾ ജനങ്ങൾ തന്നെ പിരിവെടുത്ത് റോഡ് റിപ്പയർ ചെയ്തു. നിരവധി വീട്ടുകാർ ഉപയോഗിക്കുന്നതും രോഗികളെയും കൊണ്ട് രാത്രിയും പകലും നിരവധി പേർ പോകുന്നതുമാണ് ഈ റോഡ്. പലതവണ പ്രദേശവാസികൾ പഞ്ചായത്തിലും മറ്റും ബന്ധപ്പെട്ടിരുന്നെങ്കിലും യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. തുടർന്നാണ് പ്രദേശവാസികൾ പിരിവെടുത്ത് റോഡ് റിപ്പയർ ചെയ്യാൻ തീരുമാനിച്ചത്. 50,000-ൽ പരം രൂപ ചെലവ് വന്നതായി MP നൌഷാദ് പറഞ്ഞു. 40 വർഷങ്ങൾക്ക് മുമ്പുള്ള റോഡായിരുന്നു. വളരെയധികം പൊട്ടിപ്പൊളിഞ്ഞ റോഡായിരുന്നു. നമ്മൾ പല പ്രാവശ്യം പഞ്ചായത്ത് പറഞ്ഞിട്ടും പഞ്ചായത്തിൽ ഫണ്ടില്ല എന്ന ഒരു വാക്ക് പ്രയോഗിച്ച് നമ്മളെ റോഡ് ശരിയാക്കിയില്ല. അടുത്ത് നമ്മളെ ഈ റോഡിൻ്റെ സൈഡിലൊരു ഡോക്ടറുണ്ട്. ഡോക്ടറെ കാണാൻ തന്നെ പേഷ്യൻറ്റ് ഓട്ടോറിക്ഷ പിടിച്ച് വന്നാൽ അവർക്ക് ഡോക്ടറെ വീട്ടിൽ കയറാൻ വേണ്ടി, അതായത് കൺസൾട്ട് ചെയ്യാൻ വേണ്ടി ഡോക്ടറെ വീട്ടിൽ കയറാൻ വേണ്ടി പോലും പറ്റാത്തൊരവസ്ഥയായി മാറിയ റോഡായിരുന്നു. മൊത്തം കുണ്ടും കൂടെയായിരുന്നു. അപ്പോൾ നമ്മൾ നാട്ടുകാർ മൊത്തം ഒന്ന് സമാധാനത്തിലൂടെ ഈ റോഡൊന്ന് നല്ല നീറ്റാക്കി കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനമായി. വാർഡ് മെമ്പർ രമണി സ്ഥലത്തെത്തിയിരുന്നു. മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C ശ്യാമള ഫണ്ടിന്റെ ലഭ്യത അനുസരിച്ച് മുൻഗണനാ അടിസ്ഥാനത്തിലാണ് റോഡ് റിപ്പയർ നടത്തുന്നതെന്ന് പ്രതികരിച്ചു. ഈ റോഡ് ടാർ ചെയ്ത് കിട്ടണം എന്നുള്ളത് ഒരു വലിയ ഒരു ആവശ്യം തന്നെയാണ്. ഈ പ്രദേശത്തുകാരുടെ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് റോഡ് ടാർ ചെയ്ത് കിട്ടുക എന്നുള്ളത്. അപ്പോൾ പഞ്ചായത്തിന് നിരവധി തവണ ഗ്രാമസഭകളിലും മറ്റും ഈ കാര്യം ടാർ ചെയ്യേണ്ട കാര്യം പറയുന്നുണ്ട്. എങ്കിലും ഫണ്ടിന്റെ അപര്യാപ്തത പറഞ്ഞുകൊണ്ട് നമുക്ക് ഇത്തരം ടാർ ചെയ്യേണ്ട കാര്യങ്ങൾ അനുവദിച്ചു കിട്ടുന്നില്ല. അത് വളരെയധികം ഈ ഭാഗത്തെ പ്രദേശവാസികളെ സംബന്ധിച്ച് അവരെ കാണുമ്പോഴൊക്കെ വളരെ ബുദ്ധിമുട്ട് അക്കാര്യത്തിൽ അനുഭവിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, മുണ്ടേരി.
പാളിയത്ത് വളപ്പ് കർഷക വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ചിത്രോത്സവം സംഘടിപ്പിച്ചു. പ്രശസ്ത ചിത്രകാരൻ ഗണേഷ് കുമാർ കുഞ്ഞിമംഗലം ചിത്രം വരച്ച് ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെ കാണുന്ന കാലത്ത് അതിനെയൊക്കെ നെഞ്ചിന്റെ ഒരു വർണ്ണമായിട്ടെടുത്ത് നമ്മൾ ക്യാൻവാസിലേക്ക് പകർത്തിയിട്ട് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഇ ഫിലിപ്പ് രാജൻ പ്രസംഗിച്ചു. വി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് ചിത്ര പ്രദർശനവും നടന്നു. ന്യൂസ് ബ്യൂറോ, പാപ്പിനിശ്ശേരി. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ തളിപ്പറമ്പ് തലോറ ALP സ്കൂളിൽ സൌജന്യ തിമിര ശസ്ത്രക്രിയ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. 200-ലേറെ പേർ ക്യാമ്പിൽ പങ്കെടുത്തു. കാഞ്ഞങ്ങാട് കോംട്രസ്റ്റ് കണ്ണാശുപത്രി, പെരിഞ്ചല്ലൂർ പെരും തൃക്കോവിലപ്പൻ എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി എന്നിവയുടെ നേതൃത്വത്തിലാണ് സൌജന്യ തിമിര ശസ്ത്രക്രിയ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചത്. പരിയാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. സാവിത്രിയാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ A. രാജേഷ് അധ്യക്ഷനായിരുന്നു. 200ഓളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. ഒരു രാജവെമ്പാല വലിയൊരു ചേരയെ വിഴുങ്ങിയാൽ 4 ദിവസം കഴിഞ്ഞേ പിന്നെ ഭക്ഷണം കഴിക്കൂ. വിഴുങ്ങാനാണെങ്കിൽ 4 മണിക്കൂറോളം വേണം. കേൾപ്പുള്ളവ അതിജീവിക്കും എന്നുതന്നെ പ്രമാണം. പറശ്ശിനിക്കടവ് സ്നേക്ക് പാർക്കിലെ കൂറ്റൻ രാജവെമ്പാല വലിയൊരു ചേരയെ വിഴുങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞു. ആദ്യം തല. സമയം ഇഴഞ്ഞു നീങ്ങുന്നു. ചേരിയുടെ നിർത്താതുള്ള പിടച്ചിൽ. 4 മണിക്കൂറോളം എടുത്ത് ചേരിയെ രാജവെമ്പാല മുഴുവനായും അകത്താക്കി. ഇനി 4 നാൾ കഴിഞ്ഞു മതി ഭക്ഷണം. ന്യൂസ് ബ്യൂറോ, ധർമ്മശാല. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിക്ക് RSS മനസ്സാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ. അതുകൊണ്ടാണ് തന്റെ വകുപ്പിന്റെ ഉത്തരവാദിത്വം മറന്ന് RSSനെ പ്രീണിപ്പിക്കാൻ മനോജ് വധക്കേസ് പെട്ടെന്ന് തന്നെ CBIക്ക് വിട്ടതെന്നും പിണറായി വിജയൻ. കണ്ണൂരിലെ കൊലപാതകങ്ങൾ ഏറെ വേദനിപ്പിക്കുന്നുവെന്നും ഇനി ഈ മണ്ണിൽ ചോര വീഴരുതെന്നും സുഗതകുമാരി. ഒരു കാലത്ത് ഇവിടെയുള്ളവർ നാടുവാഴികളുടെ കയ്യാളുകളായിരുന്നെങ്കിൽ രാഷ്ട്രീയക്കാരുടെ കയ്യാളുകളായി അവർ മാറിയതാണ് ഇവിടെ ചോര വീഴാൻ കാരണമെന്ന് അടൂർ ഗോപാലകൃഷ്ണൻ. മനോജ് വധം CBIക്ക് വിട്ടതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ പറഞ്ഞ വാക്കുകൾ സ്ഥാനത്തിന് യോജിക്കാത്തതാണെന്ന് BJP ജില്ലാ പ്രസിഡന്റ് K. രഞ്ജിത്ത്. CPM നേതൃത്വത്തിനെ വിരളി പിടിച്ചിരിക്കുകയാണെന്നും K. രഞ്ജിത്ത്. പറശ്ശിനിക്കടവ് സ്നേക്ക് പാർക്കിൽ ഇനി മുതലകൾക്ക് നീന്തൽക്കുളവും സിംഹവാലന്മാർക്ക് ഊഞ്ഞാലും ഏറുമാടവും. സ്നേക്ക് പാർക്കിലെ മൃഗങ്ങൾക്ക് കൂടുതൽ സൌകര്യങ്ങൾ. ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം.